ഭാരതത്തിന്റെ നയതന്ത്ര ഇടപെടലിൽ വിജയം. ഭാരതീയരായ മുൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ ഖത്തർ റദ്ദാക്കി. മലയാളി ഉൾപ്പെടെ 8 ഉദ്യോഗസ്ഥരുടെ ശിക്ഷയാണ് റദ്ദാക്കിയത്. ശിക്ഷ ഇളവ് ചെയ്തെന്ന് വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്ത് തന്നെയായാലും കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടലിന് ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും വിഷ്ണു, കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഒരു നയതന്ത്ര തലത്തിലും അല്ലാതെയുമുള്ള ശക്തമായ ഇടപെടൽ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ, അതായത് ഈ മുൻ നാവികസേന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള 8 പേരുടെ ശിക്ഷ കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നതൊരു വസ്തുത തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, 2022 ഓഗസ്റ്റിലാണ് ഈ 8 നാവികരും ഖത്തർ പോലീസിൻ്റെ കസ്റ്റഡിയിലാവുന്നതും തുടർ നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും. തുടർന്ന് കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷം ഒക്ടോബറിലാണ് ഈ വധശിക്ഷ വിധിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ വധശിക്ഷ വിധിച്ചു എന്ന വിവരം ഔദ്യോഗികമായി ഖത്തർ ഭാരതത്തെ അറിയിക്കുകയോ അത്തരത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ നടത്തുകയോ ചെയ്തില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. തുടർന്ന് ശിക്ഷ വിധിക്കപ്പെട്ട ഒരാളുടെ സഹോദരി മുഖേന പ്രധാനമന്ത്രിയെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ വിദേശകാര്യ മന്ത്രാലയം വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുകയും തുടർന്ന് നടപടികളിലേക്ക് നീങ്ങുകയുമായിരുന്നു. പിന്നീടാണ് അപ്പീൽ കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള നീക്കങ്ങളുണ്ടായത്. ഈ നവംബർ 23-നും നവംബർ 30-നുമാണ് അപ്പീൽ കോടതിയിൽ ഇത് സംബന്ധിച്ച വാദം കേട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ വാദം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ 8 നാവികർക്കും, അതായത് ഒരു സെയിലറും കമാൻഡറും അതുപോലെ തന്നെ ക്യാപ്റ്റനും ഉൾപ്പെടുന്ന 8 പേരുള്ള ഈ സംഘത്തിനെ വധശിക്ഷ വിധിച്ചത് കുറച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി ഏതു തരത്തിലുള്ള ശിക്ഷയാണ് തുടർ ശിക്ഷയായി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ എന്താണ് എന്നെല്ലാം തന്നെ ഇനിയും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇതിന് പ്രധാനമായും എടുത്തു പറയേണ്ടത്, നിലവിലെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ഖത്തറുമായുള്ള ഒരു കുറ്റവാളികളെ കൈമാറുന്ന രീതി, അത്തരത്തിലുള്ള കാര്യങ്ങൾ, നീതിന്യായ വ്യവസ്ഥയിലെ ധാരണകൾ ഈ 2 രാജ്യങ്ങളും തമ്മിൽ ശക്തമല്ല. മാത്രമല്ല, നയതന്ത്ര ബന്ധങ്ങളിലും കാര്യക്ഷമമായ ഒരു മുന്നേറ്റം ഭാരതത്തിന് ഇതുവരെ നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലങ്ങളായി, അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടി ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ചർച്ചകളുടെ എല്ലാം ഇടയിൽ ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനെല്ലാം പ്രധാനമന്ത്രിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ശക്തമായൊരു നയതന്ത്ര ബന്ധം ഖത്തറുമായി പുനരാരംഭിക്കുന്നതിനുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ തുടരുന്നതിനുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു വിധി ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറെ കൗതുകകരവും അതുപോലെ തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണ്. എന്തുതന്നെയായാലും 8 നാവികസേനാ ഉദ്യോഗസ്ഥർ, അതിൽ സെയിലറായ ഒരു മലയാളി ഉൾപ്പെടെയുള്ളവരുടെ വധശിക്ഷ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അത് കുറച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏത് രീതിയിലാണ് ഈ വധശിക്ഷ കുറച്ചിരിക്കുന്നത്, ഏത് തരത്തിലുള്ള ശിക്ഷയാണ്, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുന്നതോ അത്തരത്തിൽ ഏത് രീതിയിലാണ് ഇനി തുടർ നടപടികൾ ഉണ്ടാകേണ്ടത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കോടതിയിൽ നിന്ന് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. വിധി പ്രസ്താവം നടന്ന സമയത്ത് ഖത്തറിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിധി പ്രസ്താവം വന്ന ഉടനെ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വന്ന റിപ്പോർട്ടിൻ്റെയും ഔദ്യോഗികമായ അറിയിപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം പുറത്തുവിട്ടത്. എന്തുതന്നെയായാലും 8 മലയാളി മുൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ ഖത്തർ റദ്ദാക്കിയിരിക്കുന്നു, ഖത്തറിലെ അപ്പീൽ കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു വിവരവും തുടർ ശിക്ഷാ നടപടികൾ എന്തെന്ന് ഇനിയും വരും മണിക്കൂറുകളിൽ വ്യക്തമാകേണ്ടതുമാണ്. വിഷ്ണു, ഐസൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതം കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിൽ ഈ മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് തടവിലാക്കി എന്നുള്ളൊരു കാര്യത്തിന് കൃത്യമായൊരു വിശദീകരണം ഖത്തറിന് ഇതുവരെയും നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അതിലേക്കും കൂടി വഴി തിരിയുമെന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും വിഷ്ണു, ഇത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഇത്തരം നടപടികളിലെല്ലാം തന്നെ കുറേ കൂടി കാര്യക്ഷമമായ ഇടപെടൽ ഖത്തറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന ചില നയതന്ത്ര നീക്കങ്ങളെല്ലാം തന്നെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന്, പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ നേരിട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇത്തരത്തിലൊരു കുറ്റകൃത്യങ്ങളിൽ ഏതെങ്കിലും രാജ്യത്തെ പൗരന്മാർ ഉൾപ്പെടുകയാണെങ്കിൽ അതത് രാജ്യങ്ങളെ അറിയിക്കണമെന്ന ധാരണകളെല്ലാം ഉണ്ട്. എന്നാൽ ഖത്തറും ഭാരതവുമായി ഇത്തരത്തിലുള്ള ധാരണകളിലെല്ലാം കാര്യക്ഷമമായ അല്ലെങ്കിൽ ഒരു സമഗ്രമായ ധാരണകളോ ഒന്നും തന്നെ ഇല്ലാത്തത് തന്നെയാണ് ഖത്തർ ഔദ്യോഗികമായി ഇക്കാര്യം ഇവിടെ അറിയിക്കാതിരുന്നതും. പക്ഷേ അവരുടെ, അതായത് ശിക്ഷ വിധിക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ വഴി അത് ഭാരത സർക്കാർ അറിയുകയും നയതന്ത്ര നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്ത് തന്നെയായാലും ഖത്തറിലെ ഈ നടപടി, അതായത് ഖത്തറിലെ അപ്പീൽ കോടതി ഈ വധശിക്ഷ കുറച്ച നടപടി തീർച്ചയായും പ്രതീക്ഷാ നിർഭരം തന്നെയാണ്. എന്നാൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ശിക്ഷാവിധി തന്നെ റദ്ദാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 വഴികളായിരുന്നു പ്രധാനമായും ഭാരതത്തിന് മുന്നിലുണ്ടായിരുന്നത്. അതിൽ പ്രധാന വഴി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് ഇത് എത്തിക്കുക ഒന്നുകിൽ, അല്ലെങ്കിൽ അപ്പീൽ കോടതിയിൽ നിന്ന് തന്നെ ശക്തമായ നീക്കങ്ങൾ നടത്തുക എന്നതായിരുന്നു. ഇപ്പോൾ അപ്പീൽ കോടതിയിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു വിജയം, അല്ലെങ്കിൽ ഒരു
വിജയകരമായ ഒരു വിധി തന്നെ നമുക്ക് ലഭ്യമായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഖത്തറിലെ ആ ഒരു അപ്പീൽ കോടതിയിലെ വിജയം തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. മറ്റ് തുടർ നടപടികൾ, അതായത് ഖത്തർ കോടതിയിൽ നിന്ന് തന്നെ ഈ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനും ശിക്ഷ ഒഴിവാക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ വിധിന്യായത്തിൽ ഈ ശിക്ഷയുടെ ഗൗരവം അല്ലെങ്കിൽ അതിൻ്റെ ആഴം എത്ര കണ്ടുണ്ട് എന്നെല്ലാം തന്നെ പരിശോധിച്ചറിയേണ്ടതുണ്ട്. അത് സംബന്ധിച്ച വിശദീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും നവംബർ 23-നും നവംബർ 30-നും നടന്ന വാദങ്ങളിൽ ഏറെ പ്രതീക്ഷാനിർഭരമായ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അനൗദ്യോഗികമായി MEA ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് എല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഈ ശിക്ഷ തന്നെ റദ്ദാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്നാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ഖത്തറിൻ്റെ ഭാഗത്തു നിന്നോ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഉണ്ടായ വിവരം വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നത് ഈ വധശിക്ഷയ്ക്ക് വിധിച്ച 8 പേരെയും ഒറ്റയടിക്ക് വധശിക്ഷ വിധിച്ച ആ ഒരു വിധി റദ്ദാക്കപ്പെട്ടിരിക്കുന്നു, വധശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നു, ശിക്ഷ കുറച്ചിരിക്കുന്നു എന്ന് തന്നെ വളരെ കൃത്യമായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അത് പ്രതീക്ഷാനിർഭരമായ ഒരു കാര്യം തന്നെയാണ്. എന്തു തന്നെയായാലും തുടർ നടപടികളിലൂടെ ഇവരെ അധികം വൈകാതെ മലയാളി ഉൾപ്പെടെയുള്ള ഈ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ നിലവിൽ അവർ സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നതെങ്കിൽ കൂടി ആ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത വളരെ അനധിവിദൂരമായ ഭാവിയിൽ സാധ്യമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഭാരതം വെച്ച് പുലർത്തുന്നത്. വ്യക്തമാണ്. മലയാളി ഉൾപ്പെടെയുള്ള 8 മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ ഖത്തർ റദ്ദാക്കിയിരിക്കുകയാണ്. ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.